വ്യൂവേഴ്സ് നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ടൊമാറ്റോ ഫ്രൈ ആണ്. ഈ ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധാബ സ്റ്റൈൽ എന്നാണ് നമ്മൾ പറയുന്നത്. ധാബ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ വണ്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോഴുള്ള തട്ടുകടയല്ല, വലിയ ഹോട്ടൽ, ആ പെർമനന്റ് ടൈപ്പും അല്ലാത്ത ടൈപ്പ് ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരെയാണ് ധാബ എന്ന് പറയുന്നത്. അവിടെ പ്രത്യേക രീതിയിലാണ് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക, വളരെ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ടൊമാറ്റോ ഫ്രൈ നമുക്ക് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വീടുകളിലുള്ള ലേഡീസിന് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കറിയൊന്നുമില്ല, ഒരു സാധനം ഭക്ഷിക്കാനില്ല എങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പം റെഡിമെയ്ഡ് ചപ്പാത്തി എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ചപ്പാത്തിയും വാങ്ങിച്ചു വിട്ടു ഈ ഒരു ടൊമാറ്റോ ഫ്രൈ, ഒരു കുറച്ച് തക്കാളി, കുറച്ച് സവാള ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായ സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം. ഇനി അധികം താമസിക്കുന്നില്ല, തുടങ്ങാം. എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇത് കടുക് വെച്ചിട്ടുണ്ട്. കടുക്, ജീരകം, ഉഴുന്ന് പരിപ്പ്, ചന ഡാൽ, നമ്മുടെ കടലപ്പരിപ്പ്, ഇത് രണ്ടും കുറച്ച് കുതിർത്തതാണ്. പിന്നെ സവാള അരിഞ്ഞുകൊണ്ട് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കശുവണ്ടി, 4-5 കശുവണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഗാർലിക് പേസ്റ്റ്, ഗാർലിക് തന്നെ ഇടാം, അല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ ഡ്രൈ മസാല ഉണ്ട്, മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടിയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടൊമാറ്റോ പ്യൂരി. ഒരു പച്ചമുളകുണ്ട്, ഒരു 4 പച്ചമുളക്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 മീഡിയം തക്കാളിയാണ്. പിന്നെ നമ്മൾ ഗരം മസാലയാണ്. ഇത്ര ഐറ്റങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മസ്റ്റാർഡ് സീഡ് ഇടാം. കടുക് അത് പൊട്ടട്ടെ. അത് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ഇനി അടുത്ത നമ്മൾ ഉഴുന്ന് പരിപ്പാണ്. കുതിർത്ത് വെച്ചതാണ്. ഇനി ചനാടായി നമ്മുടെ കടലപ്പരിപ്പ്. കുതിർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രൈ ആയിട്ട് തന്നെ ഇടാം. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, കുതിർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുതിർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ദാലുകളൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സവാള ചേർക്കാം. ജൂലിയൻ കട്ട് എന്നാണ് പറയുക, അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നതിന് ജൂലിയൻ കട്ട് എന്ന് പറയും. അല്പം ഉപ്പും ചേർക്കാം. സവാള വഴന്ന് വരട്ടെ. സവാള അധികം വഴണമെന്നില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. നമ്മൾ ടൊമാറ്റോ ഫ്രൈ ആയത് കാരണം അധികം ചുമപ്പ് ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇച്ചിരി കശുവണ്ടി ചേർക്കാം. അടുത്തതായി ഗാർലിക് ആയിട്ടിടാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർക്കാം. 1 ടീസ്പൂൺ. കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീരും, അധികം സമയമൊന്നും പിടിക്കില്ല. ഇതിന് വളരെ പെട്ടെന്ന് കഴിയും. ഇനി അടുത്തതായി നമ്മുടെ ഡ്രൈ മസാലകളാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി.
പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. ഒരു ടേബിൾ സ്പൂൺ ആക്കാം. നമ്മൾ പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം മുളക് വേണമെന്നില്ല. പച്ചമുളക് ചേർക്കാം. അടുത്തായിട്ട് ടൊമാറ്റോ പ്യൂരിയാണ്. പ്യൂരിയും വേണം, തക്കാളി അല്ലാതെ റൈസും വേണം. അടുത്തായി നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഒരു 4 തക്കാളി ഉണ്ട്, മീഡിയം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കാണ്ട്. റോസ്റ്റഡ് ജീരകപ്പൊടിയാണ്. ജീരകം ചേർക്കുന്ന കൂടാതെ പൊടിയും ചേർക്കും. ഇത് നമുക്കുള്ളത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. മല്ലിയിലയാണ് ഇതിന് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടെ ഇല്ലാത്തത് കാരണം ഞാൻ അല്പം കറിവേപ്പില ചേർക്കുകയാണ്. നമുക്കിനി ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് വേവിക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. തക്കാളി ആയതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഗരം മസാല നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുക, ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഫ്രൈഡ് റൈസിന് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രധാന വിഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഇതിപ്പം വ്യാപകമായിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ സമ്പന്നമാകുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ചേരുവകളൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഗുഡ് ബൈ പറയുന്നു. ഗുഡ് ബൈ ടു ഓൾ. താങ്ക് യു.